നല്ല മൂവിയായിരുന്നു. ഇത് ഞാൻ പിടിക്കണോ? നല്ല മൂവിയായിരുന്നു. ഈ ലവ് എന്ന് പറയുന്നത് എല്ലാ സിനിമയിലും നമ്മൾ കുറെ ലവുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു ലവാണ്. നമുക്ക് പ്രേമിക്കാൻ തോന്നും, അല്ലെങ്കിൽ നമ്മളൊരു എക്സ് ലവറിനെ തേടാൻ തോന്നും. ഇതിലോ അടിപൊളി പടം, മനസ്സിൽ നല്ലോണം അങ്ങോട്ട് കൊണ്ട്. കാരണം നമുക്ക് ഇതുവരെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഡ്യൂഡ് പോലെ പ്രതീക്ഷയായി. സെക്കൻഡ് ഹാഫ് കൂടെ ആയപ്പോ ഇത് അതുക്കും മേലെയായിരുന്നു. കാരണം ഡ്യൂഡൊക്കെ അത് വേറെ, വിത്ത് ലവ് അത് വേറെ. കാരണം രണ്ടും വേറെ വേറെയാണ്. ഇത് കണ്ടപ്പോ നല്ലോണമാണ് മനസ്സിൽ കൊണ്ട്. നല്ലൊരു സിനിമയാണ്, നല്ല ഫാമിലി, നല്ലൊരു സൂപ്പർ സിനിമയാണ് അത്. എല്ലാവരും കാണണം. ലാസ്റ്റ് ആയിപ്പോ കരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞു പോയി. കാരണം ഒന്നുകൂടിയും കാണാനുള്ളൊരു ആഗ്രഹം പോലെ വന്നു. ഇത് ലവ് സ്റ്റോറിയാണ്, നല്ല റൊമാൻറ്റിക് എല്ലാം ഉണ്ട്. ഇത് കപ്പിൾസിനും ഫാമിലി എല്ലാവർക്കും പറ്റുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് കപ്പിൾസ് ആണ് മെയിൻ കാണേണ്ടത്. അവർക്ക് പറ്റിയ സിനിമയാണ് അത്. അവര് കാണുന്നത് ഈ സിനിമ അവർക്ക് നല്ല സിനിമയാണ് വിത്ത് ലവ്. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ് ലവിനെ കാണണമെന്നൊരു ആഗ്രഹം വരും. കാരണം ഇപ്പൊ നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ലവർ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോ നമ്മള് വേറൊരു ലോകത്താണ്, നമുക്ക് വേറൊരു വർക്കാണ്. അപ്പൊ നമ്മള് എന്താണ്, നമുക്ക് പഴയ ഒരു എക്സിന് ഓർമ്മ വരും. അങ്ങനത്തെ ഒരു സിനിമയാണത്. ഇപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടാലും നിങ്ങൾക്ക് പഴയ എക്സിനെ ഈ സിനിമയിൽ ഓർമ്മ വരും. അങ്ങനത്തെ ഒരു അഡാറ് സാധനമാണ്. അതെല്ലാവരും കാണണം. നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമയെ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും. അടിപൊളി സാധനം വിത്ത് ലവ്. എല്ലാവരും വന്ന് കാണുക. ഫെബ്രുവരി 6 ഈ പടം ഇറങ്ങും. എല്ലാവരും വന്ന് കാണും. വിത്ത് ലവ് സൂപ്പർ. വാലന്റൈൻസ് ഡേ 14 അതിന് മുന്നോടിയായിട്ടൊരു ചിത്രം. തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹാതുരത്വം, നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയായിരുന്നു. അതിന് നമ്മുടെ ഐശ്വര്യ രജനീകാന്ത് പ്രൊഡ്യൂസറായിട്ട് വന്നപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം, ആ ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ തമിഴകം മാത്രമല്ല മലയാളികളെയൊക്കെ ആകർഷിച്ച ആ ഒരു സംവിധായകനും നടനുമായിട്ടുള്ള അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചു. അതേപോലെ നമ്മുടെ മലയാളികളുടെ സ്വന്തം അനശ്വര രാജൻ വളരെ മികച്ച കഥാപാത്രം. ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളും നല്ല പക്ക കാസ്റ്റിംഗ് ആണ്. മലയാളികളായിട്ടുള്ള നമ്മൾക്ക് കാണാത്ത ഒരുപാട് പേര് നല്ല ഒരു ഉഗ്രം പെർഫോമൻസ് തന്നെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കഥയ്ക്ക് തന്നെ പ്രാധാന്യം, അതേപോലെ തന്നെ അഭിനേതാക്കളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സംവിധായകന്റെ ആദ്യത്തെ സംരംഭം തന്നെ ഞെട്ടിച്ചു. മലയാളികൾ ഈ ഒരു ചിത്രം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു വിത്ത് ലവ്.